ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് കാടമുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോഴേത് നമുക്കൊന്ന് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്ക് ഈ കാടമുട്ട പുഴുങ്ങാൻ വയ്ക്കാം. ഇത് 10 മുട്ടയാണുള്ളത്. ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് നമുക്ക് പുഴുങ്ങാൻ വയ്ക്കാം. മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എടുക്കാം. 3 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു തക്കാളി, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി മതി. ഞാൻ 2 എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരെണ്ണം മതി. സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആയിട്ടില്ല, എങ്കിലും ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ വഴണ്ടിയിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മസാല ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടിയെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെക്കാം. അപ്പോഴേക്കും ആ മുട്ടയിലേക്ക് മസാല എല്ലാം പിടിച്ചിരിക്കും. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കറിവേപ്പിലയും ഇടണം. ഇതിപ്പം മല്ലിയില എൻ്റെ കയ്യിലില്ല, അത് ഞാൻ കുറച്ച് കറിവേപ്പില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. തീ ഓഫാക്കാം.